യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നു മുതൽ ന്യായാധിപന്മാരുടെ പുസ്തകമാണ് നാം വായിച്ചു തുടങ്ങുന്നത്. ഇന്നത്തെ തിരുവചന വായന ന്യായാധിപന്മാർ 1-2 അധ്യായങ്ങളാണ്. യോശുവയുടെ മരണശേഷമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഒരു നേതാവിൻ്റെ കീഴിൽ ഏകീകൃതരായിരുന്നു. ദൈവത്തോടുള്ള അനുസരണയിലും അവർ പൊതുവെ ഉറച്ചു നിന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഇനി ഒരു കേന്ദ്ര നേതൃത്വമില്ല. ഓരോ ഗോത്രവും ക്രമേണ സ്വന്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഈ മാറ്റം രാഷ്ട്രീയമായതു മാത്രമല്ല, അതിലുപരി ആത്മീയവുമാണ്. ദൈവം തൻ്റെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഈ പുസ്തകം നമ്മെ പ്രധാനമായി പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം വളരെ പ്രത്യാശയോടെയാണ് ആരംഭിക്കുന്നത്. ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിക്കുന്നു, കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം ആരാണ് പോകേണ്ടത്? ഇതവർ ഇപ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുകയും അവിടുത്തെ മാർഗനിർദ്ദേശം അന്വേഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് കാണിക്കുന്നു. ദൈവം യഹൂദാ ഗോത്രത്തെ മുന്നണിയിൽ നിയമിക്കുന്നു. യഹൂദ അനേകം വിജയങ്ങൾ കൈവരിക്കുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ആദ്യ നോട്ടത്തിൽ ഈ അധ്യായം വിജയങ്ങളുടെ കഥ പോലെ തോന്നുന്നു. എന്നാൽ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ മറ്റൊരു ആവർത്തന രീതി നമ്മൾ കാണുന്നു. വീണ്ടും വീണ്ടും ഈ വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നു. അവർ ദേശനിവാസികളെ പുറത്താക്കാതെ വിട്ടു. അവരെ കൈവശത്തിൽ നിന്ന് നീക്കിക്കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. കനാന്യർ അവരുടെ ഇടയിൽ തന്നെ പാർത്തു. ഈ ആവർത്തനമാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാന സാഹിത്യ സവിശേഷത. പ്രശ്നം ദൈവത്തിൻ്റെ ശക്തിക്കുറവായിരുന്നില്ല, ഇസ്രായേലിൻ്റെ അപൂർണമായ അനുസരണമായിരുന്നു. ദൈവം പൂർണ്ണമായി നീക്കിക്കളയുവാൻ കൽപ്പിച്ചവരുമായി അവർ സഹവർത്തിത്വം സ്വീകരിച്ചു. അനുസരണയ്ക്ക് പകരം അവർ ഒത്തുതീർപ്പിനെ തിരഞ്ഞെടുത്തു. കാരണം അതാണ് എളുപ്പവും പ്രായോഗികവുമെന്ന് തോന്നിയത്. ആത്മീയമായി നാം നോക്കുമ്പോൾ കനാന്യർ പാപത്തെയും വിഗ്രഹാരാധനയെയും ലോകമോഹങ്ങളെയും ആത്മീയ വിട്ടുവീഴ്ചകളെയും പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേൽ അവരെ പൂർണ്ണമായി നീക്കാതിരുന്നത് ഭാവിയിലെ ആത്മീയ തകർച്ചയുടെ വിത്തായി മാറി. അവർ ജീവനോടെ വിട്ട ശത്രുക്കൾ പിന്നീട് അവരുടെ ആരാധനയെയും ധാർമ്മിക ജീവിതത്തെയും ദൈവജനം എന്ന വ്യക്തിത്വത്തെയും സ്വാധീനിച്ചു. ഇവിടെ ഒരു ആഴമുള്ള ആത്മീയ പാഠമുണ്ട്. ഇന്ന് നാം സഹിച്ചു വയ്ക്കുന്ന വിട്ടുവീഴ്ചകൾ നാളെ നമ്മെ അടിമകളാക്കുന്ന ബന്ധനങ്ങളായി മാറാം. ഇന്നും അനേക ദൈവജനം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതത്തിലെ ചില മേഖലകൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാൻ മടിക്കുന്നു. നാം സഭയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും തിരുവചനം വായിക്കുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഹൃദയത്തിനുള്ളിൽ അഹങ്കാരം, കയ്പ്, അസൂയ, അത്യാഗ്രഹം, ലോകത്തോടുള്ള അമിതാസക്തി തുടങ്ങിയവയെ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഭാഗികമായ അനുസരണം പോലും അനുസരണക്കേട് തന്നെയാണ്. ദൈവം തൻ്റെ ജനത്തെ പാപവുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ വിളിക്കുന്നില്ല, തൻ്റെ കൃപയാൽ അതിനെ ജയിക്കുവാനാണ് വിളിക്കുന്നത്. 2-ാം അധ്യായം തിരുവചനത്തിലെ ഏറ്റവും ഗൗരവമേറിയ രംഗങ്ങളിൽ ഒന്നോടെയാണ് ആരംഭിക്കുന്നത്. യഹോവയുടെ ദൂതൻ ബൊഖീമിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നു. തൻ്റെ നിയമത്തോട് വിശ്വസ്തനായിരുന്നു. എന്നാൽ ഇസ്രായേൽ ദൈവകൽപ്പന അനുസരിച്ചില്ല. അപ്പോൾ യഹോവയുടെ ദൂതൻ ഹൃദയത്തെ തുളച്ചു കയറുന്ന ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നു: നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇത് പുരാതന ഇസ്രായേലിനോട് മാത്രമുള്ള ചോദ്യമല്ല, എല്ലാ തലമുറകളിലെയും വിശ്വാസികളോട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ചോദ്യമാണ്. ജനങ്ങൾ കരഞ്ഞു, യാഗമർപ്പിച്ചു, താൽക്കാലികമായി മാനസാന്തരപ്പെട്ടു. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പിന്നീട് പഴയ നിയമത്തിലെ ഏറ്റവും ദുഃഖകരമായ വാക്യങ്ങളിൽ ഒന്ന് നാം വായിക്കുന്നു: അവർക്ക് ശേഷം എഴുന്നേറ്റ തലമുറ യഹോവയെയും യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത പ്രവൃത്തികളെയും അറിഞ്ഞിരുന്നില്ല എന്ന്. ഇത് വിവരങ്ങളുടെ അഭാവമല്ല, ബന്ധത്തിൻ്റെ നഷ്ടമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട തലമുറ ജീവനുള്ള വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിൽ പരാജയപ്പെട്ടു. ആക്ഷരികമായി നാം നോക്കുമ്പോൾ ഈ വാക്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ വഴിത്തിരിവ്. ഇതിനുശേഷം മുഴുവൻ പുസ്തകത്തിലും ഒരേ ചക്രം ആവർത്തിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്യുകയും വിഗ്രഹങ്ങളിലേക്ക് തിരികുകയും ചെയ്യുന്നു. ദൈവം അവരെ ശത്രുക്കളുടെ പീഡനത്തിന് ഏൽപ്പിക്കുന്നു. ജനങ്ങൾ യഹോവയോട് നിലവിളിക്കുന്നു. ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ച് അവരെ വിടുവിക്കുന്നു. ആ ന്യായാധിപൻ മരിച്ചാൽ അവർ വീണ്ടും പാപത്തിലേക്ക് മടങ്ങുന്നു. ഈ ഒരു ചക്രം മനുഷ്യൻ്റെ ബലഹീനതയെയും ദൈവത്തിൻ്റെ അളവറ്റ കരുണയെയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ ദൈവത്തെ വീണ്ടും വീണ്ടും മറക്കുന്നു, എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കുന്നില്ല. ഈ പുസ്തകത്തിലെ ഓരോ ന്യായാധിപനും മനുഷ്യരാശിക്കൊരു പരിപൂർണ രക്ഷകൻ്റെ ആവശ്യമുണ്ടെന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേലിൻ്റെ ആവർത്തിച്ച പരാജയങ്ങൾ നമ്മെ യേശുക്രിസ്തുവിലേക്കാണ് നയിക്കുന്നത്. അവിടുന്നാണ് പരിപൂർണ ന്യായാധിപനും രക്ഷകനും.
അവിടുന്ന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുക മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളെയും നവീകരിക്കുകയും ചെയ്യുന്നു. ചെറിയ വിട്ടുവീഴ്ചകൾ ആത്മീയ തകർച്ചയിലേക്ക് നയിക്കുന്നു. ഒരു വിശ്വാസിയും പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. ആത്മീയ അധപതനം സാധാരണയായി ചെറിയ വിട്ടുവീഴ്ചകളിലൂടെയാണ് ആരംഭിക്കുന്നത്. ഏറ്റുപറയാത്ത പാപം, അവഗണിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, കയ്പും ക്ഷമിക്കാത്ത മനോഭാവവും, ലോകകാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതും ക്രമേണ ദൈവത്തിൻ്റേതായിരിക്കേണ്ട ഇടം കൈയടക്കുന്നു. ഇസ്രായേൽ നീക്കിക്കളയാതെ വിട്ടവരാണ് പിന്നീട് അവരെ ഭരിച്ചത്. അതുപോലെ നാം നേരിടാൻ വിസമ്മതിക്കുന്ന പാപങ്ങൾ ഒടുവിൽ നമ്മെ അടിമകളാക്കും. 2. വിശ്വാസം അടുത്ത തലമുറയിലേക്ക് മനഃപൂർവ്വം കൈമാറണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും വലിയ ദുരന്തം യുദ്ധപരാജയമല്ല, ആത്മീയ മറവിയാണ്. ഓരോ ക്രിസ്തീയ മാതാപിതാക്കൾക്കും ശുശ്രൂഷകർക്കും ആത്മീയ നേതാക്കൾക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തീയ വിശ്വാസം ആചാരങ്ങളിലൂടെയോ മതപരമായ പ്രവർത്തനങ്ങളിലൂടെയോ മാത്രമല്ല നിലനിൽക്കുന്നത്. ജീവനുള്ള സാക്ഷ്യത്തിലൂടെയും മനഃപൂർവ്വമായ ശിഷ്യത്വ പരിശീലനത്തിലൂടെയുമാണ് അത് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നത്. 3. മനുഷ്യൻ്റെ പരാജയത്തേക്കാൾ മഹത്തരമാണ് ദൈവത്തിൻ്റെ കരുണ. ഇസ്രായേൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടെങ്കിലും ദൈവം വീണ്ടും വീണ്ടും അവർക്കായി വിടുവിപ്പാൻ ആളുകളെ എഴുന്നേൽപ്പിച്ചു. ഇത് ദൈവഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ ശിക്ഷിക്കുന്നു, എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. വിശ്വാസികൾ വീഴുമ്പോഴും ദൈവം അവരെ മാനസാന്തരത്തിലൂടെയും കൃപയിലൂടെയും വീണ്ടും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഒരു മുന്നറിയിപ്പും ഒരു ക്ഷണവും കൂടിയാണ്. വിട്ടുവീഴ്ചകൾക്കെതിരായ മുന്നറിയിപ്പും ഒരിക്കലും തൻ്റെ ജനത്തെ അന്വേഷിക്കുന്നത് നിർത്താത്ത ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ക്ഷണവും. നാം ഇന്ന് ചിന്തിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ: ഒരു നാൾ എന്നെ ആത്മീയമായി അടിമപ്പെടുത്തുവാൻ സാധ്യതയുള്ള ഏത് കനാന്യരായ വിട്ടുവീഴ്ചകളെയാണ് ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്? അടുത്ത തലമുറ ദൈവത്തെ വ്യക്തിപരമായി അറിയേണ്ടതിന് ഞാൻ മനഃപൂർവ്വം സഹായിക്കുന്നുണ്ടോ, അതോ മതപരമായ ആചാരങ്ങൾ മാത്രം പഠിപ്പിക്കുകയാണോ? ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.